റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയായി കിട്ടി. ബാക്കിയുള്ള സമയം മൊത്തം പോലെ ഇന്ന് കറിയാക്കലെന്ന് ആലോചിച്ചിട്ടായിരിക്കും. ഇന്ന് ഏതായാലും അധികം ആലോചിക്കേണ്ടി വന്നിട്ടാ. അനിയേട്ടൻ ഇന്നലെ വരുമ്പോൾ നല്ല ചെമ്പല്ലി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തോല് വലിക്കുന്ന ടൈപ്പ് മീനോടും മുറിക്കാൻ കുറച്ച് പ്രയാസമില്ല ടൈപ്പ് മീനോടെല്ലാം അനിയേട്ടൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. എനക്കെട്ടിന്റെ പണി തരാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല. പിന്നെ ഞാനും മീനും തമ്മിലുള്ള മൽപ്പിടുത്തം കണ്ടിട്ടായിരിക്കണം ഇന്നേതായാലും എല്ലാം മുറിച്ച് പീസ് ആക്കിയിട്ടാണ് വാങ്ങിയിട്ട് വന്നിട്ടില്ല. ഇന്നേതായാലും മീൻകറി വെക്കാൻ പോകുന്നത് നമ്മളെ പുതിയ ചട്ടിയിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ചീമേനി മുണ്ടേക്കാവിൽ തെയ്യം കാണാൻ പോയാൽ ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഈ കറുത്ത ചട്ടിയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കഞ്ഞീര വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് കനിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നല്ല നാടൻ പച്ചപ്പയർ ഇട്ടിട്ടുണ്ടായിന്. അതുകൊണ്ട് നല്ലൊരു പയറ് വറവും ഉണ്ടാക്കി. ഇന്ന് എൻ്റെ പുതിയ കറുത്ത മണ്ണിന്റെ ചട്ടീൻ്റെ ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യം ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. ഇഞ്ചിയും പച്ചമുളകെല്ലാം എണ്ണ കിടന്നൊന്ന് മൂത്ത് വരുമ്പം വേണം നമ്മളെ ഉള്ളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉള്ളി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാടി വരുമ്പം നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിയും തക്കാളിയെല്ലാം വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മസാലേൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അരവും കൂടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാ പരിപാടി? ഇനിയല്ലേ പരിപാടി. നമ്മളെ ചെമ്പല്ലി മീൻ വൃത്തിയായി കഴുകിയതിന് ശേഷം ഓരോരോ മീൻ കഷ്ണങ്ങളായി അതിലേക്ക് ചേർത്തെടുക്കുക. ഏതിലേക്ക്? നമ്മളെ അരവിലേക്ക് ചേർത്തെടുക്കുക. മീൻ വേവിച്ചെടുക്കുമ്പോൾ എപ്പം ഇതുപോലെ പറ്റു വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ആയിപ്പോയി കഴിഞ്ഞാൽ മീൻകറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറുകിയ മീൻകറിയാണ് എപ്പം കഴിക്കാനായിട്ട് നല്ല രസം. അങ്ങനെ നമ്മളെ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ അരവ് ചേർത്ത് കൊടുക്കുക. തേങ്ങയും ജീരകവും പുളിയും ചേർത്ത് അരച്ച അരപ്പാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് കൊണ്ടുനോക്കിയാൽ നമ്മളെ മീൻകറി റെഡി. മീൻകറി കൂടി റെഡി ആയാലും ഞാൻ വിചാരിച്ചു ഏതായാലും പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമുക്ക് 2 മാങ്ങ എടുത്തിട്ട് മാങ്ങ പെരക്കും കൂടി ഉണ്ടാക്കാന്ന്. പഴുത്ത മാങ്ങ പെരക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ജീവനാണ്. അങ്ങനെ നല്ലൊരു പഴുത്ത മാങ്ങ പെരക്കും കൂടി സെറ്റാക്കി. തേങ്ങ അരച്ച് വെച്ച നല്ല ചെമ്പല്ലി മീൻ കറിയും പയറുപ്പേരിയും പഴുത്ത മാങ്ങ പെരക്കും കൂട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.